മൗദൂദി ചാനലായ മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിലെ സി ദാവൂദ് കൃത്രിമമായി എടുത്തണിഞ്ഞ തൻ്റെ മതേതര മുഖം മൂടി അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മൂപ്പർക്ക് ഇപ്പോൾ കലിപ്പ് മൊത്തം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തരം ചൊറിച്ചിൽ. അതിൻ്റെ പേരിൽ ചാനലിൽ വന്നിരുന്ന് പച്ച നുണ വിളിച്ചു പറഞ്ഞു. സഖാബു ദീപു ഗോപാൽ കയ്യോടെ പൊക്കി. അപ്പോഴോ ഹലോ ദാവൂദ് സാറല്ലേ? ആ സാറേ, ഞാൻ ഇന്നലെ സാറിന്റെ ഒരു ഈ വീഡിയോ കണ്ടിരുന്നു, മറ്റേ ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ. ആ അതായത് ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് അങ്ങൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പിന്നെ കാഫിർ പ്രയോഗം നടത്തിയ ആളാണ് അവിടെ ഈ റാലി സംഘടിപ്പിച്ചതെന്നും അയാളാണ് ഈ കാഫിർ പ്രയോഗത്തിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്നും പോലീസ് പറഞ്ഞു. ഉം. അപ്പം അദ്ദേഹമാണ് ഉണ്ടാക്കിയത് എന്ന് പോലീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞോ? ഇല്ല, അദ്ദേഹം ഉണ്ടാക്കിയെന്നല്ലോ, അദ്ദേഹത്തിന്റെ അടുത്താണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുള്ളത്. അദ്ദേഹം ഉണ്ടാക്കി എന്നാണ് അങ്ങ് പറയുന്നത്. ആ അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഉം. അപ്പൊ അങ്ങേടാണ് ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്ന റിപ്പോർട്ടുണ്ടോ? ഇല്ല, അദ്ദേഹമാണ് ഇത് ആദ്യം ഷെയർ ചെയ്തത്. ഷെയർ ചെയ്തതും ഉണ്ടാക്കിയതും രണ്ടും രണ്ടല്ലേ സാറേ? ഉം. അല്ലേ? എനിക്ക് ഒന്നുകൂടെ നോക്കേണ്ടി വരും. അല്ല, അത് സാറ് പറഞ്ഞ കാര്യമാണ്. സാറ് പറഞ്ഞ കാര്യം എങ്ങനെയാണ് മാറുന്നത്? അത് ഇനിയിപ്പോഴും ലൈവായിട്ടുണ്ട്. അത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഒരു റാലി സംഘടിപ്പിച്ചു, അതിന്റെ മുഖ്യ സംഘടനയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അങ്ങേക്ക് ഉറപ്പില്ലേ? നോക്കട്ടെ, ഞാൻ പറഞ്ഞെന്താ. അല്ല, അപ്പൊ ഞാനിപ്പോ ചോദിക്കാം, അങ്ങേക്ക് ഇപ്പോ അത് കാണുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റെഫർ ചെയ്യാം. പക്ഷെ ഇപ്പൊ അങ്ങ് പറയുന്നത് ഇത് ഷെയർ ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ, ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? അല്ല, ഞാൻ ഇവനൊക്കെ എന്ത് മതധാർമ്മികതയാണ് അവകാശപ്പെടാനുള്ളത്? ചാനലിൽ വന്നിരുന്നിട്ട് പച്ചക്ക് നുണ പറയുന്നത് ഏത് മതത്തിന്റെ ധാർമ്മികതയാണ്? ഒന്ന് പറഞ്ഞേ. മറ്റുള്ള മുസ്ലിം സംഘടനകളൊന്നും പോരാ, യഥാർത്ഥ മുസ്ലിം സംഘടന ഞങ്ങളാണ് എന്നും പറഞ്ഞു വന്നവരാണ് മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിയും. ഇന്ത്യയുടെ മതേതരത്വം അംഗീകരിക്കുന്നവരാണോ ജമാഅത്തെ ഇസ്ലാമി? ഹുക്കൂമത്തെ ഇലാഹി അഥവാ അള്ളാഹുവിന്റെ രാജ്യം വരണമെന്ന് ഈ ഇന്ത്യയിൽ പച്ചക്ക് വിളിച്ചു പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോഴും അതിന്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നത് തന്നെ. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയോടോ അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയോടോ മുസ്ലിം ലീഗിന്റെ നിലപാടെന്തായിരുന്നു? അത് യൂത്ത് ലീഗും ചിരി മൂത്ത ലീഗും പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള വാദങ്ങൾ വർഗീയമാണ്, തീവ്രവാദമാണ്. അത് ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, UDF-ന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. IS എന്നതിന്റെ നിർവചനം എന്താണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടമാണ്. അത് തന്നെയല്ലേ മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞത്? മതരാഷ്ട്രവാദം എന്നത് ഉറുദു പുസ്തകമാണ്, പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ്. എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ്. മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എന്നിട്ട് ഇബിലിസ് മാറിക്കണമാരി കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ, ഞങ്ങൾ കണ്ടോ സാധുക്കള്, നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ആശയം മുഴുവൻ തീയല്ലേ? ഈ ആശയം മുഴുവൻ മാനവികതക്കെതിരല്ലേ? മറ്റൊരു രാജ്യത്ത് പോയ വായു പോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നിങ്ങൾ മൗലാന മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവൂ, അലി ശരീഅത്തെ തള്ളി പറഞ്ഞ മതിയാവൂ, സയ്യിദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവൂ. ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ, മൗലാന മൗദൂദിയെ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ഒന്ന് പേടിപ്പിക്കരുത്. പക്ഷേ വോട്ട് കിട്ടുമെങ്കിൽ, അതുവഴി അധികാരം കിട്ടുമെങ്കിൽ, തങ്ങളുടെ ആദർശമായാലും പച്ചക്കൊടിയായാലും ഏത് അണ്ടർവയറിന്റെ അടിയിലും കൊണ്ടുപോയി ഒളിപ്പിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാരെന്ന് അതിന്റെ നേതൃത്വം വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം മുസ്ലിം ലീഗിന്റെ പരിഗണനയിലുണ്ടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. ഈ വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയ്ക്ക് ലീഗ്, ഇക്കാര്യം പരിഗണനയിലുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.
അതും ചർച്ചയിലുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-മായി പ്രാദേശിക സഖ്യങ്ങൾക്ക് ധാരണയായതായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം മനോരമ ന്യൂസിനോട്. കോൺഗ്രസ് ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയാണ് ധാരണയിലെത്തിയത്. മുസ്ലിം ലീഗിനോടും അതിൻ്റെ അണികളോടും ഈ പറയുന്ന ധാർമ്മികതയും അധാർമികതയും ഒന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരോടും വെൽഫെയർ പാർട്ടിക്കാരോടും ഈ പറയുന്ന ദാവൂദ് എന്ന ഉണ്ണാക്കനോടും ചിലത് ചോദിച്ചോട്ടെ. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം മതവും ആ മതത്തിൻ്റെ ആശയാദർശങ്ങളുമാണല്ലോ, തർക്കമില്ലല്ലോ. ഖുറാനെയും നബിചര്യയെയും അഥവാ ഹദീസുകളെയും പിൻപറ്റിയാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ആശയ രൂപീകരണം നടത്തിയത്. പക്ഷേ ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിങ്ങൾ രൂപം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി എന്തേ ഇങ്ങനെയായിപ്പോയത്? മനസ്സിലായില്ലേ? ഇസ്ലാമിക മൂല്യങ്ങളും ആദർശങ്ങളും കാലത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അത് ദൈവത്തിന്റെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ അതേപോലെ നിലനിൽക്കുമെന്നാണല്ലോ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മൂല്യങ്ങളും ആദർശങ്ങളും മാറ്റാനാവില്ല. മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നത് സർക്കാർ ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു. ഏതെങ്കിലും പലിശ സ്ഥാപനമായ ബാങ്കിലെ ജോലി സ്വീകരിക്കാൻ പാടില്ല എന്നാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇത് അധ്യാപക ജോലി അടക്കമുള്ള ഒരു സർക്കാർ ജോലിയും സ്വീകരിക്കാൻ പാടില്ല. കാരണം പറഞ്ഞതാണ് ബഹുകേമം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ കള്ള് വിറ്റ കാശും അതേപോലെ പലിശ കാശും കൊണ്ടാണ്. അത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ് എന്നാണ്. അതുകൊണ്ട് സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല. നല്ല ബെസ്റ്റ് തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഉപ്പുവെച്ച കലം പോലെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥ. അത്യാവശ്യം കുടുംബ സ്വത്തൊക്കെ ഉള്ള കുറെ ആളുകൾ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിലനിന്നിരുന്നത്. ഉള്ള സർക്കാർ ജോലി ഒഴിവാക്കിയിട്ട് ആരെങ്കിലും അതിൽ പോയി ചേരുവോ? കുടുംബ പട്ടിണിയാവില്ലേ? അതുകൊണ്ട് ആരും ജമാഅത്തെ ഇസ്ലാമിൽ ചേരാതായി. ആളെ കിട്ടാതായി. ശരിക്കും ആളെ കിട്ടാത്ത പട്ടിണിയായപ്പോ മൗദൂദി ആശയത്തിൽ അല്പം വെള്ളം ചേർക്കാമെന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. ഇനി മുതൽ സർക്കാർ ശമ്പളം ഹറാമല്ല. കള്ളുവിറ്റ കാശും പലിശക്കാശും അങ്ങനെ മൗദൂദികൾക്ക് ഹലാലായി. എങ്ങനെയുണ്ട്? ലോകാവസാനം വരെ മാറ്റമില്ലാതെ തുടരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ നിലപാട് മാറ്റാനായത് എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ കോളാമ്പിയായ ദാവൂദ് ഒന്ന് മറുപടി പറഞ്ഞു തരണം. മറ്റൊന്ന് അതിലും കേമമാണ്. ജമാഅത്തെ ഇസ്ലാമി അക്കാലത്തുണ്ടായിരുന്ന ഒരു തീരുമാനമായിരുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നത്. അതായത് തെരഞ്ഞെടുപ്പ് എന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ജനാധിപത്യം എന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നായിരുന്നു മൗദൂദിയുടെ വാദം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും പാടില്ല എന്ന് തീരുമാനിച്ചു ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യത്ത് നിലനിന്നിരുന്ന ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരായതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളെ കിട്ടാത്ത ദാരിദ്ര്യം ഒരു മാറ്റവുമില്ലാതെ തുടർന്നു. അവസാനം ആ തീരുമാനവും മാറ്റി. ഇനി മുതൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത മൗദൂദി കുട്ടികൾ പിന്നീട് ഒരു പാർട്ടിയും ഉണ്ടാക്കി. ആ പാർട്ടിക്ക് ഒരു പേരുമിട്ട് വെൽഫെയർ പാർട്ടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തുടങ്ങി. മനുഷ്യനിർമ്മിത ആശയങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നത് സ്വാഭാവികമാണ്. മാറ്റം എന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് വിധേയമാവാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് കാർൽ മാർക്സ് പറഞ്ഞത് മാറ്റം എന്ന വാക്കൊഴിച്ച് ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്ന്. എന്നാൽ ദൈവനിർമ്മിത പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെടുത്തിയതെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്കതെങ്ങനെ കഴിയും? ദാവൂദും കൂട്ടരും മറുപടി പറയണം. ദൈവരാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയിൽ ആളെ കിട്ടാതായപ്പോൾ യഥാർത്ഥ ഇസ്ലാമിക ആശയമെന്ന് നിങ്ങൾ കൊട്ടിഘോഷിച്ച പലതും നിങ്ങൾക്കെടുത്ത് അട്ടത്തിടേണ്ടി വന്നു. അതായത് ഇസ്ലാമും ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങളുടെ ത്രാസിലിട്ട് തൂക്കി നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തട്ടാണ് താണിരിക്കേണ്ടത് എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ആ അടങ്ങാത്ത കൊതിയിൽ അതുവരെ നിങ്ങൾ ശരിയെന്ന് കരുതിയ ആശയങ്ങളിൽ നിങ്ങൾ വെള്ളം ചേർത്തു എന്നല്ല, എടുത്തു വലിച്ചെറിഞ്ഞു. ഇനി ദാവൂദിനോട് മാത്രമായി ഒരു ചോദ്യം. നിലപാട് പറയാൻ സ്ഥലവും കാലവും ഒന്നും നോക്കാറില്ലല്ലോ നിങ്ങൾ. എങ്കിൽ അടുത്ത തവണ ആ ഇരുട്ടുമുറിയിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ കയറിയിരുന്ന് താൻ തൻ്റെ ഐഡന്റിറ്റി ഒന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവണം. അതെ, താൻ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെയാണെന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുക. എന്നിട്ട് നല്ല വെടിപ്പായിട്ട് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞ ആ കാര്യമൊന്ന് ആവർത്തിക്കുക. ഹുക്കൂമത്തെ ഇലാഹി അഥവാ അള്ളാഹുവിൻ്റെ രാജ്യം എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന്. ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ ദാവൂദ് തയ്യാറാവുമോ? നിലവിലുള്ള അവസ്ഥയിൽ ഡൈലൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുറപ്പുള്ള ആശയവും ആദർശവും അതിൽ സർവോപരി നട്ടല്ലുമാണ് തനിക്കെന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വെല്ലുവിളി സ്വീകരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും
ഗുഡ് ബൈ.